और पानी के बारे में इधर क्या बोलना है? पानी का बारे में यहाँ से नीचे जो घर है उधर में कैनर है, नीचे का घर यहाँ से 100 मीटर सादा कुआं है और ऊपर में भी कुआं है। हाँ। ऊपर जो देख रहे हैं ऊपर में भी कुआं है और म्यूनसिपालिटी का जो पानी है लाइन का जो वाटर है वो ये घर तक आया है। और करंट जो है ये पोस्ट देख रहे हैं, ये पोस्ट यहाँ से करंट है। हम लोगों को इधर करंट लेने के लिए एक पोस्ट चाहिए, एक पोस्ट का जरूरत है। अगर हम यहाँ से पैदल जाते हैं तो मंजीरी पैदल जाने में 5 मिनट लगेगा, मोटरसाइकिल से जाएंगे तो मंजीरी टाउन में जाने के लिए 2 मिनट चाहिए। और यहाँ सेंचुरी कल्याण मंडप भी है, नीचे जो है सेंचुरी कल्याण मंडप 30 मीटर भी नहीं होगा और 30-40 मीटर उल्लो सेंचुरी कल्याण मंडप। मानू हॉस्पिटल 900 मीटर, 1.5 किलोमीटर मेडिकल कॉलेज, AS स्कूल 350 मीटर, निलंबूर बंडूर हाईवे 250 मैक्सिमम 300 मीटर। बस ऐसे है जी। अभी देखो कितना अच्छे से मलयालम बात कर रहे हैं। മലയാളം നാട്ടിൽ വന്നിട്ട് ഒരു 18 വർഷമായി ഞാൻ ഈ സ്ഥലം എടുത്തിട്ട് 1 വർഷമായി. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ സ്വന്തം നാട് ബീഹാറാണ്. ഞാൻ ഇവിടെ പത്രയാലിലെ ഒരു 2014 ഒരു പെര ഉണ്ടാക്കി. ആ പെര 8 വർഷം താമസിച്ചു. ഞാൻ ഒരു ദിവസം ഭായിക്ക് വിളിച്ചു, ഭായി എനിക്ക് ഈ വീട് സെയിലാക്കണം, കാരണം ഞാൻ പുറത്തുള്ള ആളാണ്, എനിക്ക് ബ്രോക്കറായിട്ട് വലിയ ലിങ്കുകളില്ല. അപ്പോൾ ഞാൻ ഈ ഭായിക്ക് വിളിച്ചു, ഈ ഭായി അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി. 1 മാസം ഉള്ളിൽ ആ വീട് നല്ല വിലക്ക് പോയി. നല്ല സെറ്റപ്പ് വീടുണ്ടായിരുന്നു, ഒരു സൂപ്പർ വീട്, നല്ല ഒരു 1.5 സെന്റ് സ്ഥലം, നല്ല സൂപ്പർ വീട്, നല്ല പൈസക്ക് ആ വീട് കൊടുത്തു. ഞാൻ വേറെ പെര ഉണ്ടാക്കി ഇപ്പോൾ പത്രയാല്. ആ പെരയിൽ ഞാൻ ഇപ്പോൾ താമസിക്കേണ്ട ഫാമിലി ആയിട്ട്. ഈ സ്ഥലം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, മഞ്ചേരി ടൗണിൽ ഒരു 5 സെന്റ് 6 സെന്റ് സ്ഥലം വാങ്ങിയിട്ട് മഞ്ചേരി ടൗണിൽ ഒരു വീട് ഉണ്ടാക്കണം. 1 വർഷമായി ആ സ്ഥലം എടുത്തിട്ട്. പിന്നെ ഇപ്പോൾ പത്രയാലിൽ എൻ്റെ അനിയൻ്റെ വീട് അടുത്തിൽ 6 സെന്റ് സ്ഥലം എടുത്തു. അപ്പോൾ അനിയനിക്ക് ഒഴിവാക്കാൻ ആഗ്രഹമില്ല, അനിയന് കൂടി ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഫാമിലി തീരുമാനിച്ചു, നമുക്ക് 5 സെന്റ് സ്ഥലം തത്കാലം നമുക്ക് സെയിൽ ചെയ്യാം. ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ 800 സ്ക്വയർ ഫീറ്റ് വേണമെങ്കിൽ മേലെ 2 റൂം കേട്ട, നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല രാവിലെ വൈകിട്ട് നല്ല ഒരു തണുപ്പുണ്ടാവും, ഒരു ഊട്ടി മാതിരി തണുപ്പുണ്ടാവും. നല്ല സൂപ്പർ ഏരിയയാണ്. എനിക്ക് അത്ര മലയാളം സംസാരിക്കാൻ അറിയില്ല, അല്ല നല്ലോണം പറയണ്ടല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ട്. ഞാനിത് തർജ്ജമ ചെയ്തതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന് തോന്നുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നല്ല ഏരിയ ആണ്, ജീവിക്കാൻ പറ്റിയ ഏരിയയാണ്. 800 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പുരത്തറയാണ്. ഇനി അത് മുകളിലേക്ക് എടുക്കാനുള്ള കോണിപ്പടിയും കാര്യങ്ങളും അതിനുള്ള റൂം സെറ്റും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്, മുകളിലേക്ക് എടുക്കാം. പിന്നെ ഇതിൻ്റെ ഭാഗത്ത് ഇപ്പോൾ പുതിയ പുരത്തറകൾക്ക് ഇത് പുരത്തറയാണ്. അതുപോലെ ഈ കാണുന്നത് ഇവിടെ പുരത്തറയാണ്, ഈ കാറിൻ്റെ അടുത്ത് പുരത്തറയാണ്. പിന്നെ കാർ സൈറ്റാണ്, അതാണ് പ്രത്യേകം പറയാനുള്ളത്, കാർ സൈറ്റാണ് കേട്ടോ. നല്ലൊരു ഏരിയയാണ്, നല്ലൊരു കൂളിങ്ങുള്ള ഏരിയയാണ്. പിന്നെ എന്തൊരു ശാന്തസുന്ദരമായ നമ്മുടെ മഞ്ചേരിയുടെ ആ ഒരു എന്താ പറയുക, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ. കാരണം വെച്ചാൽ എല്ലായിടത്തും മിനിമം ചാർജ് മതി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത, അല്ലേ? ഓട്ടോയ്ക്കല്ല മിനിമം ചാർജ്. മഞ്ചേരി അങ്ങാടിക്ക് പോകുമ്പോൾ 40 രൂപ കൊടുത്താൽ മതി, മഞ്ചേരി അങ്ങാടിക്ക് എത്തും. അപ്പോൾ എല്ലാം മിനിമം ചാർജ് പോയിന്റിലാണ് ഈ ഒരു സെൽ ഉള്ളത്. അപ്പോൾ എന്തായാലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിളിക്കണം. നമ്പർ 95 62 746 717. ഓക്കെ.